ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നയനാൻസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു പുതിയ ഫോമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കോവയ്ക്ക കൊണ്ടൊരു പുതിയ ഫോമാണ്. ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ രണ്ടായിട്ട് മുറിക്കാം. ഇനി ഇതിനെ ഒന്നും കൂടി നാലായിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ ഇത് നല്ല മൂത്ത കോവയ്ക്കയാണ് കേട്ടോ. ഈ മൂത്ത കോവയ്ക്കയാണ് ഇത് വെക്കാൻ ഏറ്റവും നല്ലത്. ഇത് നമുക്കിതെല്ലാം മുറിച്ച് മാറ്റി വെച്ച് വയ്ക്കാം. നാലായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയാണ് ഇത്. ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? അരമുറി തേങ്ങയുണ്ട്, 6 പച്ചമുളകുണ്ട്, 3/4 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ ഇത് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. അതിൽ ചെറിയ ഉള്ളി ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുടം കുടംപുളിയാണ്, ഇത് കഴുകി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇടാം. ഇത് ഫുള്ളിടുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഇതിൻ്റെ നെകക്കെ വെള്ളം ഒഴിക്കാം. നെകക്കെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. ഇത് വേവിച്ചെടുക്കാം നമുക്ക്. നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ കോവയ്ക്ക വേകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അരപ്പ് തരിയാക്കി എടുക്കാം. അതിനാവശ്യമേ ഒരു അരമുറി തേങ്ങയുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചിട്ടാൽ മതി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മതി. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് മുളകാണ്, 6 മുളക്, പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എരിവനുസരിച്ച് എടുത്താൽ മതി. ഞാനിതിനകത്തേക്ക് 6 ഇടുന്നുണ്ട്. പിന്നെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടുക. കൊച്ചുള്ളി ഉപയോഗിച്ചാലും മതി. പിന്നെ ഞാൻ ഇതിനകത്ത് നെകക്കെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് നെകത്തെ വെള്ളം ഒഴിക്കണം. അരപ്പ് നന്നായി അരഞ്ഞിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുന്ന ചെറുതായിട്ടൊന്ന് ഒറ്റയടി അടിച്ചടി. ചെമ്മീൻ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. ചെമ്മീൻ ശരിക്കും അരഞ്ഞു പോയാൽ കൊള്ളത്തില്ല. കുറച്ചരച്ച് അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക പകുതി വന്നിട്ട് നമുക്കിതിലേക്ക് കുടംപുളി ചേർക്കാം. കുടംപുളി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി ഇനി ഇത് നന്നായിട്ട് വേകാം. നമുക്ക് ഇത് ഒന്നും കൂടെ മൂടി വെക്കാം. നമ്മുടെ കോവയ്ക്ക കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കാം. നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ഈ അരപ്പ് കഴുകിയിട്ടുള്ള മിക്സിയിൽ കഴുകി അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി ഇത് കണ്ടോ, ചെമ്മീൻ ഒത്തിരി അരഞ്ഞു. ചെമ്മീൻ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ചെമ്മീൻ ഒത്തിരി അരയണ്ട, ഉരഞ്ഞാൽ അത്ര അതിന് ടേസ്റ്റ് ഇല്ല. ഇത് കുറച്ച് കടിച്ച് ചെമ്മീൻ കിടക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതെങ്ങനെയാണ്, ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. ഇത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഉപ്പിട്ടിളക്ക് നന്നായിട്ട് നോക്കാം. നന്നായിട്ട് ഇളക്കി നോക്കാം. നന്നായിട്ട് പുളി ഉപ്പൊക്കെ ചേർന്ന് നന്നായിട്ട് ആവശ്യത്തിന് പുളി മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നോട് നോക്കാം. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നതിലേക്ക് കറിവേപ്പില കുറച്ച് ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് തിളച്ച് നല്ല ചെമ്മീനും കോവയ്ക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്.
നല്ല പുളിയുണ്ട്. ആവശ്യത്തിന് പുളി മതി കേട്ടോ. ആവശ്യക്കാർക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കളയാം. എന്ത് വേണേലും ചെയ്യാം. നല്ലൊരു റെസിപ്പിയാണ്. ഈ ഉച്ചയ്ക്കൊക്കെ ചോറിനൊക്കെ കൂട്ടാൻ നല്ല കറിയാണ്. ഇത് മാത്രം മതി, വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ചോറുണ്ണാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ബെൽ ഐക്കണിൽ അമർത്തുക.